എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗിരിജ അന്തർജനം. നമുക്ക് ഇന്നത്തെ ദിവസം എല്ലാവർക്കും എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്തായാലും ഒരു നല്ല സുപ്രഭാതം, നല്ല ദിവസം ആവട്ടെ എല്ലാവർക്കും. നമ്മൾ തന്നെയാണ് നമ്മുടെ ദിവസത്തെ സുന്ദരമാക്കുന്നതും മോശമാക്കുന്നതും ഒക്കെ. നമുക്ക് നമ്മുടെ കുടുംബത്തിലായാലും പുറത്തായാലും നമുക്കുണ്ടാകുന്ന ഈഗോ പ്രശ്നങ്ങളും ബാക്കിയുള്ളവരോടൊന്ന് ചിരിക്കാൻ മടിക്കുന്നതും അതൊക്കെ തന്നെയാണ് നമ്മുടെ കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പോൾ എല്ലാവരും എന്താ വേണ്ടത്? എല്ലാവരോടും ഒന്ന് ചിരിക്കണം. ചിരിച്ചാൽ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല, നമുക്ക് കൂടുതൽ ഭാഗ്യങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോകാം. ഇന്ന് 1201 ആണ്ട് മകരമാസം 14-ാം തീയതിയാണ്, കൊല്ലവർഷമാണ്. അതുപോലെ തന്നെ ക്രിസ്തുവർഷം, ശരിയായ ക്രിസ്തുവർഷം 2026 ആണ്ട് ജനുവരി മാസം 28-ാം തീയതിയാണ്. ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതായത് ആദ്യം പറയാൻ പോകുന്നത് മേടം രാശിക്കാരുടെ ഫലമാണ്. മേടം രാശിയിൽ ജനിക്കുമ്പോൾ ചന്ദ്രൻ നിൽക്കുന്നത് അശ്വതി, ഭരണി, കാർത്തികക്കാല് ഈ നക്ഷത്രക്കാർക്കാണ് മേടക്കൂറ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ഫലം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവർക്ക് ലഗ്നാധിപതിയായിട്ടുള്ള ചൊവ്വ 10-ാം ഭാവത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പൊതുവേ ഈ മേടൻ രാശിക്കാരെന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗ്യങ്ങളും ഉള്ളവരായിരിക്കും. അതുപോലെ തന്നെ ഭയങ്കര ആക്റ്റീവായിരിക്കും, എല്ലാ കാര്യങ്ങളിലും നേതൃത്വ പാഠമൊക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ ആക്റ്റീവാണ്. പ്രത്യേകിച്ചും വലിയ വലിയ തലപ്പത്തുള്ള ജോലികളിൽ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഇപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട്. അതായത് ജോലിയിൽ കൂടുതൽ പ്രഷർ, ഒന്നിലധികം ഓഫീസിലായാലും ശരി തന്നെ ഒന്നിലധികം ആൾക്കാരുടെ ജോലി നമ്മൾ തന്നെ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള സമയമാണ്. വലിയ വലിയ ജോലികളിലിരിക്കുന്നവർ കൈക്കൂലി ഇപ്പോൾ വാങ്ങിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഫലം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ 2026 തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തീരും. അപ്പോൾ ഉന്നതങ്ങളിലിരിക്കുന്നവർ കൈക്കൂലി വാങ്ങിക്കാതെ, ഉന്നതങ്ങളിലിരിക്കുന്നവർ മാത്രമല്ല ഗവൺമെൻറ് ജോലിയിലുള്ളവർ കൈക്കൂലി വാങ്ങിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജോലിയൊക്കെ വളരെ നല്ലതാണ്. വളരെയേറെ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിലും എല്ലാ ഭാഗ്യങ്ങളും നമ്മുടെ 10-ാം ഭാവത്തിൽ നമ്മുടെ ലഗ്നാധിപതി വരുമ്പോൾ നമുക്ക് കിട്ടാനുള്ള ഭാഗ്യങ്ങളൊക്കെ കിട്ടുകയും പിന്നെ കുറച്ച് അപവാദങ്ങൾക്കൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ട്. അപവാദങ്ങൾ ഉണ്ടാവാതെയും അപമാനങ്ങളൊക്കെ ഉണ്ടാവാതെയൊക്കെ സൂക്ഷിക്കാനുണ്ട്. ബാക്കി എല്ലാ വിഷയങ്ങളിലും നല്ലതാണ്. നല്ല വാക്കുകൾ, സഹോദരങ്ങൾക്ക് ഭാഗ്യം, അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള അഭിവൃദ്ധി, സന്തോഷം, സൗഭാഗ്യങ്ങൾ എല്ലാം ഉണ്ടാകുന്ന സമയമാണ്. പുതിയ വീട്, വാഹനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ ഉള്ള സമയവും കൂടെയാണ് ഇപ്പം നിലവിലുള്ളത്. പക്ഷേ മനസ്സ് ഭയങ്കരമായിട്ട് അഗ്നി പോലെ ജ്വലിക്കപ്പെടും. എപ്പോഴും ഒരു മനസ്സമാധാനക്കുറവും ടെൻഷനും ഒക്കെ എപ്പോഴും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കർമ്മരംഗത്ത് ശത്രുക്കൾ വർദ്ധിച്ചു വരും. അതുപോലെ നമ്മുടെ 7-ാം ഭാവാധിപതിയായിട്ടുള്ള ഗ്രഹവും 10-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ജോലിസ്ഥലത്ത് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളിൽ കുടുംബക്കാരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യവും കൂടെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. കുടുംബക്കാരെന്ന് പറയുമ്പോൾ ഭാര്യ, അങ്ങനെയുള്ളതാണ്. പിന്നെ കർമ്മസംബന്ധമായിട്ട് ദൂരയാത്രകളും കാര്യങ്ങളുമൊക്കെ വേണ്ടി വരുന്ന സമയമാണ്. എങ്കിലും വളരെ ശ്രദ്ധ വേണ്ടി വരും. കാരണം കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് ചൊവ്വയാണ്. ചൊവ്വ ഉച്ചരാശിയിലാണ് നിൽക്കുന്നത്. ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും നിങ്ങളുടെ ഒരു ധൃതി കാരണം അപകടങ്ങളിലൊന്നും ചെന്ന് ചേരാതെ വളരെയേറെ സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ 12-ാം ഭാവത്ത് ശനിയാണുള്ളത്. 12-ാം ഭാവത്ത് ശനി എന്ന് പറയുമ്പോൾ 12-ാം ഭാവം എന്ന് പറയുമ്പോൾ ചന്ദ്രൻ 12-ാം ഭാവമാണ് കേട്ടോ. അപ്പോൾ 12-ാം ഭാവത്ത് ശനി നിൽക്കുമ്പോൾ നമുക്ക് നല്ല ഫിക്സഡ് ഡെപ്പോസിറ്റൊക്കെ ഉണ്ടാകാനുള്ള സമയമാണ്. എങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾക്ക് 7-ര ശനി കാലഘട്ടം കൂടെയാണ് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ 7-ര ശനി കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാൻ പറ്റും. വീട് വാങ്ങിക്കാനും വാഹനം വാങ്ങിക്കാനും, അതുപോലെ ആൻറ്റീക്സിൻ്റെയൊക്കെ ബിസിനസ് നടത്തുന്നവർ അല്ലെങ്കിൽ ആൻറ്റീക്സൊക്കെ കളക്ഷൻ ഉള്ളവർക്കൊക്കെ ഇപ്പോൾ ഇതൊരു കൊയ്ത്ത് കാലമാണ്. ഇഷ്ടംപോലെ പൈസ ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ ഈ ആൻറ്റീക്സൊക്കെ വാങ്ങിച്ച് കൂട്ടുന്നതിനും ഒക്കെയുള്ള നല്ല നല്ല സാഹചര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തിച്ചേരുന്ന സമയമാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഭയങ്കരമായിട്ട് മടി കൂടുതൽ ഉണ്ടാവാനുള്ള സമയമാണ്. നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം. മടിയൊക്കെ മാറ്റി വെച്ച് നന്നായിട്ട് പഠിക്കണം. 12-ൽ ശനി സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത മടിയായിരിക്കും. അപ്പോൾ മടി മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. നല്ല ഈശ്വര പ്രാർത്ഥനയൊക്കെ വേണ്ട സമയമാണ്. വിദ്യാർത്ഥികളായിട്ടുള്ളവർ സാരസ്വതാരിഷ്ടം കഴിക്കുകയും സരസ്വതി ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുകയും
അതുപോലെ സരസ്വതീ ദേവിയെ പൂജിക്കുകയും നിങ്ങളുടെ മുറിയിലൊക്കെ ഒരു സരസ്വതീ ദേവിയുടെ ചിത്രമൊക്കെ വെച്ച് സരസ്വതീ ദേവിയെ പൂജിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു സമയമാണ്. ഇടവം രാശിക്കാർക്ക് രാശിയാധിപതിയായിട്ടുള്ള ഗ്രഹം ഭാഗ്യത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പക്ഷേ അതിൻ്റെ കൂടെ ചൊവ്വയുണ്ട്. രാശി അത്ര ഇതല്ല, അതൊരു മാനിനെ പിടിക്കുന്ന മുതലയുടെ ഒരു സിമ്പലുള്ള രാശിയാണ്. അപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിലും അതിനകത്തൊക്കെ ട്രാപ്പുകളൊക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങളുടെ പൈസയൊക്കെ ഭാഗ്യം വരുന്നു എന്ന് പറഞ്ഞിട്ട് കൃത്യസമയമാകുമ്പോൾ അത് കിട്ടാതെ പോകാനൊക്കെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ നടത്തേണ്ട ഒരു സമയമാണ്. പക്ഷേ ദീർഘായുർ യോഗമുള്ളത് കൊണ്ട് ആയുസ്സിന് വലിയ തകരാറുകളൊന്നും വരാനുള്ള സാധ്യതയില്ല. പക്ഷേ എന്നാലും അപകടങ്ങളൊക്കെ വളരെയേറെ സൂക്ഷിക്കേണ്ട സമയമാണ്. യാത്രയിൽ അപകടം ഉണ്ടാവാതെ സൂക്ഷിക്കണം. കാരണം ചൊവ്വയുടെ കൂടെയാണ് നമ്മുടെ ലഗ്നാധിപതി നിൽക്കുന്നത്, ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്, ഉച്ചത്തിലുള്ള ഗ്രഹത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. എങ്കിൽ പോലും നമുക്ക് ഭാഗ്യത്തിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളും കൂടെ ഉണ്ട്. അടുത്തത് മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാർക്ക് ലഗ്നത്തിൽ വ്യാഴോദയമുള്ള സമയമാണ്. മിഥുനം രാശി എന്ന് പറയുമ്പോഴത്തേക്ക് മകരത്തിൻ്റെ പകുതി ഭാഗവും തിരുവാതിരയും പുണർദത്തിൻ്റെ മുക്കാൽ ഭാഗവും ചേർന്നതാണ് മിഥുനം രാശി. അപ്പോൾ ഇപ്പോൾ ഈ പ്രണയവിവാഹമൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ്. നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിപ്പിക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അതുപോലെ ലഗ്നത്തിൽ വ്യാഴോദയമുള്ള സമയമാണ്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് സാധിക്കാൻ പറ്റും. ഇപ്പോൾ എന്ത് കാര്യങ്ങൾ വിചാരിച്ചാലും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അതുപോലെ ആയുസ്സിന് വർധനവും സൗഭാഗ്യങ്ങൾക്ക് വർധനവും കുടുംബത്തിൽ തന്നെ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ഇത്. പിന്നെ നിങ്ങളായിട്ട് വീട്ടിൽ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അത് എൻ്റെ കുറ്റമാണെന്ന് പറയരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സമയമാണ് നിങ്ങൾക്ക്. പക്ഷെ നിങ്ങൾ അതിനെ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം നമ്മൾ സ്വയം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ബാക്കി എല്ലാം കൊണ്ടും നല്ല സമയമാണ്. ഒരുപാട് നാളായിട്ട് വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഇത് വിവാഹത്തിൻ്റെ സമയവും കൂടെയാണ്. അതുപോലെ അഷ്ടമത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ യാത്രകളൊക്കെ വളരെയേറെ സൂക്ഷിക്കേണ്ടതുണ്ട്. ആയുർസ്ഥാനത്ത് ചൊവ്വ സഞ്ചരിക്കുന്ന കാലമാണ്. അതുപോലെ തന്നെ സൂര്യനും സഞ്ചരിക്കുന്ന കാലം കൂടെയാണ്. അപ്പോൾ നിങ്ങൾ യാത്രകളൊക്കെ സൂക്ഷിക്കണം. അതുപോലെ ധനനഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കണം. ധനനഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് 12ാം ഭാവാധിപതി അഷ്ടമത്തിലാണ്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അത് കാരണമായിട്ട് ധനനഷ്ടമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അല്ലാതെയും അഷ്ടമത്തിൽ ശുക്രൻ വരുന്ന കാലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കള്ളന്മാരിൽ നിന്നൊക്കെ ശല്യമൊക്കെ ഉണ്ടാവേണ്ട സമയമാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ബുദ്ധി മോശം കൊണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് ധനനഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതകളും ഉണ്ട്. അതുപോലെ കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് കുടുങ്ങാതെ സൂക്ഷിക്കണം. വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല സമയമാണ്. കാരണം എന്ന് വെച്ചാൽ ലഗ്നത്തിൽ വ്യാഴോദയമാണ്. പൊതുവേ നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ലഗ്നത്തിൽ വ്യാഴോദയം ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു ശമനം ഉണ്ടാവുന്നതാണ്. പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നം വന്നാലും അത് മാറിപ്പോയിക്കോളും. കണ്ണിക്കൊള്ളാനുള്ളത് പുരിയത്ത് കൊണ്ടുപോകും എന്ന് പറയുന്ന പോലെ മാറിപ്പോയിക്കോളും. അങ്ങനെയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കർക്കിടകൻ രാശിയെക്കുറിച്ചാണ്. കർക്കിടകൻ രാശിയിലുള്ള നക്ഷത്രങ്ങളെന്ന് പറയുമ്പം പുണർദത്തിൻ്റെ കാൽഭാഗം, അവസാനത്തെ കാൽഭാഗമാണ്. അതുപോലെ പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടകം രാശി. അപ്പോൾ പുണർദത്തിൽ ഏറ്റവും അവസാന ഭാഗം ഉള്ള നക്ഷത്രക്കാർ സൂക്ഷിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12ൽ വ്യാഴമാണ്. 12ൽ വ്യാഴം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയമാണ്. അതുപോലെ ആയില്യം പൂയം നക്ഷത്രക്കാരും സൂക്ഷിക്കേണ്ടതാണ്. കയ്യിലുള്ളതൊക്കെ നഷ്ടം വന്നു പോകാതെയും ഒക്കെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ കേസൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയമാണ് അതിന് വിധി വരുന്നതെങ്കിൽ പരാജയ സാധ്യതകൾ വളരെ കൂടുതൽ ഉള്ള സമയമാണ്. അതുപോലെ മത്സരങ്ങളിലൊന്നും ഇപ്പം വാതുവയ്പ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പം പോകാതിരിക്കുന്ന നല്ലത്. കാരണം കയ്യിലുള്ള പൈസ മുഴുവനും നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു സമയമാണ്. അതുപോലെ ആരോഗ്യപരമായിട്ടും സൂക്ഷിക്കണം. സർവേശ്വരനായിട്ടുള്ള വ്യാഴം 12ാം ഭാവത്തിൽ വന്ന സമയമാണ്. അപ്പം എല്ലാം കൊണ്ടും നല്ലതായിട്ട് സൂക്ഷിക്കേണ്ട സമയമാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള വിൽ പവർ അത് നമുക്ക് ചൊവ്വ തരുന്നുണ്ട്. പക്ഷേ യാത്രകൾ കാരണമൊക്കെ നമുക്ക് ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സമയം ഉണ്ടെങ്കിലും അപമാനങ്ങളിലൊക്കെ ചെന്ന് പെടാതെ അപവാദങ്ങളിലൊക്കെ ചെന്ന് പെടാതെയൊക്കെ സൂക്ഷിക്കണം. കാരണം ചൊവ്വ കറക്റ്റായിട്ട് ചൊവ്വയും ശുക്രനും കൂടെ കറക്റ്റായിട്ട് നിങ്ങളുടെ ചന്ദ്രലഗ്നത്തിലേക്ക് നോക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെയേറെ സൂക്ഷിക്കേണ്ട സമയം കൂടെയാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണ്ട സമയമാണ്. ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവും. യാത്ര കാരണമൊക്കെ ഭാഗ്യം ഉണ്ടാവും. അതുപോലെ വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവും ഒക്കെയാണ്. പിന്നെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാനായിട്ട്, അതായത് പ്രത്യേകിച്ച് മാറി താമസിക്കണം
എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഇതൊരു നല്ല സമയമാണ്. നിങ്ങൾക്കൊരു വീടൊക്കെ എടുത്ത് പോകാനൊക്കെ പറ്റുന്ന ഒരു സമയമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 12-ൽ വ്യാഴം വരുമ്പോൾ എങ്ങനെയൊക്കെ പൈസ ചിലവാകണം, എങ്ങനെയൊക്കെ പൈസ ചിലവാക്കണം എന്നുള്ള ഒരു ചിന്ത വരുന്ന സമയം. അപ്പോൾ ഇപ്പോൾ പൈസ ചിലവാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ മകം നക്ഷത്രം, പൂരം നക്ഷത്രം, ഉത്തരത്തിൻ്റെ ആദ്യ പാദം ചേർന്നതാണ് ചിങ്ങം രാശി. അപ്പോൾ ഈ ചിങ്ങം രാശിക്കാർക്ക് ലഗ്നാധിപതിയായിട്ടുള്ള ഗ്രഹം 6-ാം ഭാവത്തിൽ നിൽക്കുന്ന സമയമാണത്. രാശിയുടെ അധിപതി എന്ന് പറയുമ്പം ശനിയാണ്. ഇവർ രണ്ടുപേരും കൂടെ ശത്രുക്കളും കൂടെയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ശത്രുക്കളുമായിട്ട് രമ്യതയിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നു ചേരും. ഈ ചിങ്ങം രാശിക്കാർക്ക് ശത്രുക്കളുമായിട്ട് രമ്യതയിൽ പോകേണ്ട ഒരു കാലമാണ് വന്നു ചേരുന്നത്. അഡ്വക്കേറ്റായിട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, അധ്യാപകരായിട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ്. അല്ലാതെ ഉള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആവശ്യമില്ലാതെ കേസിലും പ്രശ്നങ്ങളിലും ഒക്കെ ചെന്ന് ചാടാതെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയവും കൂടെയാണിത്. അതുപോലെ തന്നെ എന്തെങ്കിലും യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പുണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലം അതൊന്ന് നീക്കി വയ്ക്കുന്നതാണ് നല്ലത്. കാരണം യാത്ര കാരണം ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സമയവും കൂടെയാണിത്. കയ്യിൽ നിന്ന് പൈസയൊക്കെ നഷ്ടപ്പെട്ടു പോവും. വളരെയേറെ ശ്രദ്ധിക്കുക. 6-ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ ശത്രുക്കളുടെ കയ്യിലേക്ക് നമ്മുടെ പൈസ എത്തിച്ചേരേണ്ട ഒരു സാഹചര്യം വന്നു ചേരും. നേരെ മറിച്ച് നമ്മൾ ബാക്കിയുള്ളവർക്ക് സർവീസ് ചെയ്ത് ജീവിക്കുന്നവർക്ക്, ഉദാഹരണത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാപനം ഇട്ടിട്ട് സർവീസ് കൊടുത്തിട്ട് പകരം പൈസ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ല ഒരു സമയമാണ്. അതുപോലെ തന്നെ വക്കീലായിട്ടൊക്കെ ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ല സമയം കൂടെയാണ് ഇത്. പിന്നെ അത് കഴിഞ്ഞാലുള്ളത് കന്നി രാശിയാണ്. കന്നി രാശിക്കാർക്ക് ലഗ്നാധിപതി 5-ാം ഭാവത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസമാധാനമൊക്കെ അവിടെ 5-ാം ഭാവത്തിൽ പ്രവർജ്യ യോഗമാണ് ഉള്ളത്. സന്താനഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല സമയമാണ്. പക്ഷേ മനസമാധാനം തീരെ അങ്ങ് കുറഞ്ഞു പോകുന്ന സമയമാണ്. അതുപോലെ ഡിപ്രഷനൊക്കെ ഉണ്ടാവേണ്ട സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളവരുമായിട്ടുള്ള ക്ലാഷുകളൊക്കെ വളരെ സൂക്ഷിച്ച് വേണം. ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുക്കളുമായിട്ടൊക്കെ അകന്ന് കഴിയാനുള്ള ഒരു സമയവും കൂടെയാണ് ഇത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. 4-ാം ഭാവാധിപതി 10-ാം ഭാവത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് രീതിയിൽ ശ്രദ്ധിക്കണം. ശത്രുവിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ഉത്രത്തിൻ്റെ 3/4 ഭാഗവും അത്തവും ചിത്തിര അരയും ചേർന്നതാണ് കന്നിരാശി. ഈ കന്നിരാശിക്കാർക്ക് ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. ഇത് കൂടാതെ തന്നെ നിങ്ങൾ ഡിപ്രഷനിലേക്കൊക്കെ പോകേണ്ട സാഹചര്യങ്ങൾ വന്നു ചേരും. ബാക്കിയുള്ളവരുമായിട്ട് കലഹവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവേണ്ട സമയമാണ്. വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ല സമയമാണ്. വിദ്യാർത്ഥികളായാലും കഴിയുന്നതും ശത്രുക്കളെയൊക്കെ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുയോജ്യമായിട്ടുള്ള സമയമാണ്. ഇനി നമുക്ക് തുലാം രാശിയിലേക്ക് പോകാം. ചിത്തിര അരയും ചോതിയും വിശാഖത്തിൽ 3/4 ചേർന്നതാണ് തുലാം രാശി. തുലാം രാശിക്കാർക്ക് ലഗ്നാധിപതി 4-ൽ സഞ്ചരിക്കുന്ന സമയമാണ്. വീട്, വാഹനമൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുയോജ്യമായിട്ടുള്ള സമയമാണിപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ നല്ല വിൽ പവറും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുടുംബത്തിൽ കലഹം ഉണ്ടാവാതെ സൂക്ഷിക്കണം. നിങ്ങളുടെ 4-ാം ഭാവത്ത്, ചന്ദ്രൻ 4-ാം ഭാവത്ത് നിൽക്കുന്നത് ചൊവ്വയാണ്. അപ്പോൾ കുടുംബത്തിൽ കലഹമൊക്കെ ഉണ്ടാവാതെ വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ പട്ടാളത്തിലൊക്കെ ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ല ഒരു സമയമാണ്. ജോലി സംബന്ധമായിട്ട് ഉയർച്ച ഒക്കെ ഉണ്ടാവേണ്ട ഒരു സമയവും കൂടെയാണിത്. കാരണം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് വ്യാഴമാണ്. നിങ്ങൾക്ക് എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാവേണ്ട സമയവും കൂടെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വൃശ്ചികൻ രാശിയെക്കുറിച്ചാണ്. വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയും ചേർന്ന രാശിയാണ് വൃശ്ചികൻ രാശി. വൃശ്ചികൻ രാശി എന്ന് പറയുമ്പോൾ സ്വയംകൃത അനർത്ഥ രാശിയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ നല്ലതിന് വേണ്ടിയാണെങ്കിലും അതുകൊണ്ട് നിങ്ങൾക്ക് മോശം എഫക്റ്റ് ആയിരിക്കും തിരിച്ചു കിട്ടുന്നത്. കാരണം മനസ്ഥാനത്ത് നിൽക്കുന്നത് ശനിയാണ്. അതുപോലെ ഡിപ്രഷനിലൊക്കെ പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്ഥാനത്ത് ശനി നിൽക്കുന്ന സമയത്ത് ഡിപ്രഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ മടി ഉണ്ടാകാനുള്ള സാധ്യതയും വളരെയേറെ കൂടുതലാണ്. മടിയൊക്കെ ഉണ്ടാകാതെ സൂക്ഷിക്കണം. പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ വളരെയേറെ ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും രാവിലെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് വേണം ജോലിക്ക് പോകാനാണെങ്കിലും പഠിക്കാൻ പോകാനാണെങ്കിലും. അപ്പോൾ രണ്ട് കൂട്ടരും ശ്രദ്ധിക്കണം. ജോലിക്ക് പോകുന്നവരും അതുപോലെ തന്നെ പഠിക്കാൻ പോകുന്നവരും ഒക്കെ നല്ലതായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സ് കറക്റ്റായിട്ട് നിൽക്കുന്ന ഒരു സമയമല്ല. മറവിയൊക്കെ കൂടുതലുണ്ടാവുകയും
ഒക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ മറക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ കൃത്യസമയത്ത് നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റാതെയാവും. ഇനി അടുത്തത് നമുക്ക് ധനുരാശിക്കാരാണ്. ധനുരാശിക്കാരെന്ന് പറയുമ്പോൾ ചന്ദ്രൻ ധനുവിൽ നിൽക്കുമ്പോൾ ജനിച്ചവർ. അത് മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല്, ഇത്രയും നക്ഷത്രക്കാരാണ് ധനുരാശിയിൽ ജനിച്ചിട്ടുള്ളത്. ധനുരാശിയിൽ നിൽക്കുന്നവർക്ക് 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന സമയമാണ്. എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേരുന്ന സമയമാണ്. വ്യാഴത്തിനെ കൊണ്ടുള്ള എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേരും. പ്രണയബന്ധങ്ങളൊക്കെ വരും. നിങ്ങൾ വളരെയേറെ സൂക്ഷിച്ച് വേണം പ്രണയബന്ധങ്ങളൊക്കെ സ്വീകരിക്കേണ്ടത്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീട്ടുകാരുടെ താല്പര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യാൻ. അല്ലെങ്കിൽ പരസ്പരം ചേരാതെ പോയാൽ ബുദ്ധിമുട്ടായി പോവും. പിന്നെ കുടുംബക്കാർ സമ്മതിക്കത്തില്ല. അപ്പം എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രണയിച്ചതിന് ശേഷം പിന്നെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നതിനെക്കാട്ടിലും പ്രണയിക്കുന്നതിന് മുമ്പ് ഇത് നമുക്ക് യോജിച്ച ആലോചനയാണോ എന്ന് നോക്കണം. അല്ലെങ്കിൽ പിന്നെ രണ്ടുപേർക്കും ബുദ്ധിമുട്ടാവും. പ്രണയിക്കുന്നത് പെൺകുട്ടിയാണേലും ആൺകുട്ടിയാണേലും അത് ബുദ്ധിമുട്ടാവും. പിന്നെ പിരിഞ്ഞു പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാതെ സൂക്ഷിക്കണം. അതുപോലെ വാക്കുകളൊക്കെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു സമയമാണ്. ഇനി നമുക്ക് മകരം രാശിയെക്കുറിച്ച് നോക്കാം. മകരം രാശിയിലാണെങ്കിൽ ഇപ്പോൾ 4 ഗ്രഹങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കുന്ന സമയമാണ്. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ 1/4 ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ പകുതി ഭാഗവും ചേർന്നതാണ് മകരം രാശി. അപ്പോൾ ഈ മകരം രാശിയിൽ 4 ഗ്രഹങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കുകയാണ്. പ്രവർജ്യായോഗമാണ്. പ്രവർജ്യായോഗം എന്ന് പറഞ്ഞാൽ സന്യാസ യോഗമാണ്. അപ്പോൾ നമ്മൾ എന്താ കമണ്ഡലവും രുദ്രാക്ഷമാലയൊക്കെ എടുത്തങ്ങോട്ട് സന്യാസത്തിന് പോയില്ലെങ്കിൽ പോലും നമ്മൾ വീട് വിട്ടൊക്കെ പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്ന, അതിനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ടാകുന്ന ഒരു സമയമാണിത്. അപ്പോൾ നിങ്ങൾ വളരെയേറെ സൂക്ഷിക്കണം. ഇപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ ബന്ധങ്ങളൊക്കെ വേർപിരിഞ്ഞ് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാറി താമസിക്കാൻ പറ്റുന്നവർക്കൊക്കെ നല്ല സമയമാണെങ്കിൽ പോലും നിങ്ങൾ ബാക്കിയുള്ളവർക്ക് വേദനിക്കാത്ത രീതിയിൽ വേണം നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്. അതുപോലെ തന്നെ ലഗ്നാധിപതിയായിട്ടുള്ള ശനി സഹോദരഭാവത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവരുമായിട്ട് പിണക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാതെയും ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടാവാതെയൊക്കെ സൂക്ഷിക്കേണ്ട സമയമാണിപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് നന്നായിട്ട് സൂക്ഷിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വളരെ നല്ലതായിട്ട് സംസാരിച്ച് തീർക്കുക. അതാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി അടുത്തത് നമുക്ക് കുംഭൻ രാശിയിലേക്ക് പോകാം. കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയവും പൂരൂരുട്ടാതിയുടെ 1/4 ഭാഗവും ചേർന്നതാണ് കുംഭം രാശി. ഈ കുംഭം രാശിക്കാർക്ക് ഇപ്പോൾ നടക്കുന്നത് നല്ല സമയമാണ്. കാരണം ലഗ്നാധിപതി 2 നിൽക്കുന്ന സമയമാണ്. അപ്പോൾ കുടുംബ സംബന്ധമായിട്ടും ഒക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറുന്ന ഒരു സമയമാണ്. അതുപോലെ കാലിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി ഇപ്പോൾ നിങ്ങൾക്ക് വാദസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി കിട്ടുന്ന ഒരു സമയവും കൂടെയാണിത് ഇപ്പോൾ നിലവിലുള്ളത്. അതുപോലെ കിട്ടാനുള്ള പൈസയൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നതായിരിക്കും നല്ലത്. കാരണം ഒരുപാട് പൈസ നിങ്ങൾക്ക് പല വഴിയിൽ നിന്നും വന്നു ചേരും. കാരണം 2ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പൈസയൊക്കെ ചിലവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വലിയൊരു കടക്കാരനായി തീരും. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന പൈസയൊക്കെ സമ്പാദിച്ചും സൂക്ഷിച്ചും വെച്ച് കഴിഞ്ഞാൽ അത് നാളേക്ക് ഉപകാരപ്പെടും. അപ്പോൾ കടക്കാരനാവാതെ ധനവാനാകാനുള്ള ഒരു പ്രവണത നിങ്ങളുടെ അടുത്തുനിന്ന് ഉണ്ടാകണം. അതാണിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ രാശിക്കാർക്ക്, പൊതുവേ കുംഭൻ രാശിക്കാർക്ക് ഏറ്റവും അത്യാവശ്യം അതാണ്. അപ്പോൾ ഇനി അടുത്തത് മീനം രാശിക്കാരാണ്. മീനം രാശി എന്ന് പറയുമ്പോൾ പൂരൂരുട്ടാതിയുടെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും ചേരുന്നതാണ് മീനം രാശിക്കാർ. മീനം രാശിക്കാർക്ക് ചന്ദ്രലഗ്നത്തിൽ ശനിയും അതുപോലെ ചന്ദ്രലഗ്നാധിപതിയായിട്ടുള്ള വ്യാഴം 4-ൽ സഞ്ചരിക്കുന്ന സമയവുമാണ്. അപ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള എല്ലാ ഭാഗ്യങ്ങളും വരുന്നതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള സമയമാണെങ്കിൽ പോലും ലഗ്നത്തിൽ ശനി നിൽക്കുന്നു, ചന്ദ്രലഗ്നത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് എല്ലാ കാര്യവും സെക്കൻഡ് ഓപ്ഷനിലേക്ക് പോകും. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടത്തില്ല. ഒരു വീട് വാങ്ങിക്കാൻ പോയാലും, നിങ്ങളൊരു പുതിയ വീട് വാങ്ങിക്കാൻ പോയാലും നിങ്ങൾക്ക് തൽക്കാലം പഴയ വീട് വാങ്ങിക്കാനുള്ള ഒരു ഭാഗ്യമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സെക്കൻഡ് ഓപ്ഷനിലേക്ക് നിങ്ങൾ തന്നെത്താനെ പോകും. ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ അങ്ങനെ തന്നെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ വാഹനമാണെങ്കിലും എന്ത് കാര്യമായാലും പുതിയത് കിട്ടാനുള്ള യോഗം ഉണ്ടെങ്കിൽ പോലും ശനി നിൽക്കുന്നതുകൊണ്ട് കുറച്ച് പിശുക്ക് അധികമായി തീരും. ആ പിശുക്ക് അധികമായി തീരുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? നിങ്ങൾ പഴയതെന്നുള്ള ഓപ്ഷനിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഇപ്പോൾ ഒന്ന് ചിലവൊക്കെ ചുരുക്കുന്നത് നന്നായിരിക്കും.
അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ആഡംബരം ഉപേക്ഷിച്ച് ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതായിരിക്കും ഇപ്പോൾ നല്ലത്. വിദേശത്തൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലൊരു സമയമാണ്. ലഗ്നത്തിൽ ശനി നിന്നാലും 4-ാം ഭാവത്തിൽ വ്യാഴം ഉള്ളതുകൊണ്ട് വിദേശവാസികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇപ്പം ഞാൻ 12 രാശികളെ പറ്റിയും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ദിവസം ഇതേപോലെ തന്നെ ഇതേ സമയത്ത് കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തേക്ക് ഞാൻ നിർത്തുന്നു.